കുഞ്ഞിരാമായണത്തില് ആദ്യമായിട്ടാണല്ലോ പോയി ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് പറഞ്ഞു കേട്ടത് ക്ലാപ്പ് പിടിച്ച് മാത്രം നടന്ന ഒരു പരിചയം മാത്രമേ ഉണ്ടെന്നാ പറഞ്ഞിട്ടുള്ള സെറ്റില്. അപ്പോൾ ആ പടം ചെയ്തപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചലഞ്ച്, അതുപോലെ തന്നെ ചേട്ടനിപ്പം മിന്നൽപുഴ എടുത്തതിന് ശേഷം ആക്ടിങ്ങിലായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ എന്താ പറയുക, ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ചേട്ടൻ എന്താ പറയുക, ആക്ടർ എന്ന നിലയ്ക്ക് അത് ചേട്ടൻ്റെ ആ ഡയറക്ഷണൽ ഇതിൽ എങ്ങനെയാണ് ഇതിനെ എന്താ പറയുന്നത് സഹായിച്ചത്, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യാൻ സഹായിച്ചത് എന്നുള്ള രീതി? ആദ്യത്തെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഒട്ടും ചലഞ്ച് ഇല്ലാതിരുന്ന സിനിമ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് നല്ലൊരു കഥ എഴുതുക, നമ്മളത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇനിയും വരാൻ പോകുന്ന അടുത്ത സിനിമയിലേക്കായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ചലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ ചലഞ്ചിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഏറ്റവും ഈസി ആയിട്ടും സന്തോഷത്തോടെയും ഷൂട്ട് ചെയ്ത സിനിമ ആദ്യത്തെ സിനിമയാണ്. പിന്നെ ഒരിക്കലും അത്രയും സന്തോഷത്തോടെ ഒരു സിനിമയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള പ്രഷറും റെസ്പോൺസിബിലിറ്റിയും ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന സിനിമകളുടെ അതിൻ്റെ ടെക്നീഷ്യൻസുമായിട്ടുള്ളൊരു ഒരു കൊളാബറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഫീഡ്ബാക്കുകളും ഇപ്പോൾ ചില അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ അതിൻ്റെ ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് എങ്ങനെ ഫീഡ്ബാക്ക് പറയുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ, അല്ലെങ്കിൽ അവരതെങ്ങനെ ആലോചിക്കുന്നു. നമ്മൾ കഥ കേൾക്കുമ്പോൾ, ഒരു സ്ക്രിപ്റ്റ് നരേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സിനിമയുണ്ടാവും. ചിലപ്പോൾ അവരതുപോലെ തന്നെയുള്ളൊരു സിനിമയായിരിക്കും അവരെടുക്കുന്നുണ്ടാവുക, ചിലപ്പോൾ അതിലും മികച്ചൊരു സിനിമയായിരിക്കും അവരതെടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രോസസ്സുണ്ട്. ഇതെല്ലാം ഒരു ലേണിംഗ് ആണ്. അപ്പോൾ ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു ആക്ടറിൻ്റെ അടുത്ത് ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് പറയണം എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഇവരെന്നൊക്കെ ഉള്ള ലേണിംഗ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പൊന്മാൻ ആണെങ്കിലും, ട്രാവൻകൂർ ഷാപ്പ് ആണെങ്കിലും, സൂക്ഷ്മദർശിനി ആണെങ്കിലും, ജയജയഹി ആണെങ്കിലും, ഇതിലൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സാണ്. അവർക്കൊക്കെ ഓരോ രീതികളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആസ് എ ഡയറക്ടർ ഓൾസോ. നമുക്ക് അടുത്തത് ഇനി ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നതിനും ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കാലിറ്റി, ഷോർട്ട് ഡിവിഷനും മാത്രമല്ല, പെർഫോമൻസസും അവരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും. ഒരു ആക്ടറിനെ അയാളുടെ ടെംപ്ലേറ്റിനനുസരിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആക്ടറിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് ആക്ടർ പോലും കണ്ടിട്ടില്ലാത്ത സൈഡ് ഓഫ് ആക്ടേഴ്സിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും ചലഞ്ചിങ്ങും എന്നാൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതി. അപ്പോൾ അത് പലരും ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത് ഞാൻ അഭിനയിച്ച സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അടുത്ത ഡയറക്ഷനിൽ വല്ല ഫിലിം ഉടനെ പ്രതീക്ഷിക്കാവോ? അത് എഴുത്ത് നടക്കുന്നു, ഞാനും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് എല്ലാ